ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். இன்றைக்கி நம்ம பார்த்தீங்கன்னா லாஸ்ட் வீக் ஒரு டேரக்டரோட படம் பார்த்தோம். அதே தான் நம்ம இந்த வாரம் பண்ண போகிறோம். போன வாட்டி குழப்பத்தில் இது பண்ணிட்டாரு, எக்ஸ்பிளனேஷன் வீடியோவாக தேடி பார்த்துன்னு என்னன்னா ஒருத்தரும் ஒரு எக்ஸ்பிளைன் பண்ணுறானுங்க. திருப்பி அவரோட படமே ஒன்று சூஸ் பண்ணியிருக்கோம். இந்த படம் வந்து எல்லாருமே வந்து அவரோட இதில் வந்து பெஸ்ட் படம்னு சொல்லியிருக்காங்க. ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்னென்னு பார்த்தீங்கன்னா மா தெரியாத பேர் படம் பேரே தெரியாம உட்காந்துக்கிறேன் நீ. ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்னென்ன அப்படின்னு சரிடா. ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்ன அப்படின்னு பார்த்தீங்கன்னா எல்ஜேபியோட மா எஸ். ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கான்னு பார்த்தீங்கன்னா எஸ், லிஜோ ஜோஸ் பெலிசேரி. ஸோ இந்த படத்தோட ஸ்க்ரீன் பிளே யார் அப்படின்னு இவரோட ஆஸ்தான ஸ்க்ரீன் பிளே ஆள் இவர் தான்டா. ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா கைனக்காரி தங்கராஜ், சேம்பன் வினோத், விநாயகன், பாலி வால்சன், தினேஷ் போத்தன், ஆர்யா சலீம். ஸோ இந்த படத்தோட இண்டிபெண்டன்ட் ட்ராஜடி இதா சொல்லவே இல்லை ஒன்றும். ஸோ இந்த படத்தோட ஜானர் என்னடா என்ன தெரியுமா? ட்ராஜடின்னு நினைக்கிறேன். இண்டிபெண்டன்ட் ட்ராஜடி ஃபிலிம்னு போட்டிருக்கு. நிறைய அவார்ட்ஸும் வாங்கியிருக்கு படம். இது ரிட்டர்ன் பண்ணதும் இவர் தான், அந்த ஸ்க்ரீன் பிளே ரைட் பண்ணுவது தான் பொழுது. ஸோ இதுதான் இந்த படத்தோட காஸ்டிங் எல்லாமே. ஸோ இதுக்கப்புறம் நம்ம மா ரியாக்ஷன் போகலாம். ஓ ரிப்பா, ஓ ரெஸ்ட் இன் பீஸ் தான்யா. ஓம்ல அந்த தாத்தா தானே? ஹோம்லையா? தாத்தாவோட தாத்தா ஷேக்ஸ்பியர் டைப் ரைட்டிங் பண்ணுவார். ഷേക്സ്പിയർ കവിതകളെല്ലാം சொல்லியிருக்காரு. വിളിച്ചാൽ മതി കേട്ടാ. എന്തിനാണ് നീട്ടി പരത്തി വിളിക്കുന്നത്? പട്ട പകലിയോ பார்த்தா பின்னாடி வரவங்க பார்க்க போறாங்க. അവിടെ നായി ഇരുന്നിരുന്നു. പണ്ടാരോടും ഈ കാലം ചത്ത വീട്ടിലെ പാട്ടാണല്ലോ പാടുന്നത്. ഒന്നും മുണ്ടാട്ടിട്ടുണ്ട് ചവര് ചേട്ടാ. അവൻ പാടട്ടെ, ആ ചെക്കിന് പാടാനുള്ള ഒരു അവസരം കൂടി. ഒരു ചായ അല്ല, കുറെ കാലം കണ്ടിട്ട് താഴത്ത് എവിടെ പോയി കിടക്കണായിരുന്നു. എന്നോട് വർത്താനിക്കാൻ എനിക്ക് നേരമില്ല, എനിക്ക് വീട്ടിൽ പോകണം. ഇടയ്ക്ക് വീട്ടിൽ കയറുന്നത് നല്ലതാണ്, അല്ലെങ്കിലേ കണ്ട അറിയാന്മാരുടെ കൊച്ചിനെ തന്നെ അപ്പപ്പാന്ന് വിളിക്കും. ഞാൻ പറഞ്ഞിരുന്നു ചോദിക്കണം. കടപ്പുറ മുഴുവൻ പാട്ടാണ്. നിന്റെ നോക്കേ വയറ്റിലാണ് നാട്ടുകാർ പറയണത്. അതെങ്ങനെയാണ്? കാരണം വരെ കണ്ടല്ലോ പിള്ളേര് പഠിക്കണം. கத்தி துப்பிட்டாரா? பாட்டில் இத்தாரு. எதுக்கு அவன் பொண்ணை பற்றி பேசணும்? யார் ரத்தமா? போடுங்க, டீ வாங்கி குடிச்சிருக்கலாம். ஸ்கெட்சு എന്ത് പറഞ്ഞാലും ഒരു ചിരി. ഈ ഇറങ്ങി പോകുമ്പോ പറഞ്ഞിട്ട് പട്ടാരടക്കാൻ പാടില്ലേ? അതിപ്പോ ഞാൻ വന്നല്ല പെണ്ണമ്മ. നല്ല പെണ്ണമ്മ കുടുംബത്തിലെ കാരണവരാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പിള്ളവരെ അറിയത്തില്ല. കണ്ണ് തെറ്റിയ പോകും. നിങ്ങൾ ആക്കട മറ്റോടത്തോട്ടാണ് പോണേന്നാ. ഈ കരിപ്പിളായ നേരത്തെ നീ മനസ്സിൽ തോന്നിയ തോന്നിയാസങ്ങളൊന്നും വിളിച്ച് പറയല്ലേ പെണ്ണമ്മ. അമ്മ താറാവിനെ ഇങ്ങോട്ട് തന്നെ കുഴിച്ചിട്ട് അമ്മച്ചൊന്നും മിണ്ടാണ്ടിരിക്കണ്ട. ഈ താറാവിനൊന്ന് കൊന്നു തന്നെ, ഞാൻ വെള്ളം വെക്കാം. എടിനേസേ അപ്പനിത്തിരി കട്ടനെടുത്തേ. കട്ട
പാവം അമ്മക്കിപ്പൊ എന്താണ് വേണ്ടത്? അപ്പൻ എങ്ങാട്ടും പോരുത് അതല്ലേ? ഒരു സ്ഥലത്തും പോവാത്ത പണി നമുക്ക് കൊടുക്കാന്ന് അമ്മ ഒന്ന് അടങ്ങി. എന്റെ പൊന്നുമോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഇത് ഡിഫറെന്റ് ആവേ ഇല്ല. അങ്ങനത്തെ ചവിട്ടുകാരെ ഞാൻ ഈ കാണാൻ തുടങ്ങിയിട്ട്. ദേ വെള്ളം തിളച്ച് ആ താറാവിനെ അങ്ങാട്ടിട്. അമ്മേ, ഈ സഭയത്താണ് പറയണേ, ഈ അപ്പൻ ഇവിടുന്ന് എങ്ങാട്ടും പോവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സിൽക്ക് കിടക്കണ പരിപാടി നടത്തണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. அதான் கலர் கிரேடிங் கரெக்டா இருக்கு. എടി നിസേ, കട്ടൻ കാപ്പി കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് വാടി ഒന്ന്. அதோ ஒரு வாத்தடிச்சு இது குச்சின்னு அதுதான் நம்ம தான் காம்ப்ளிகேட்டடாக வாங்கணும். നാണുവേ മീൻ വല്ലതും കിട്ടിയോടാ? കടല് കരിഞ്ഞു കിടക്കണപ്പാ, പച്ച തൊട്ടില്ല. അപ്പാ മീൻ എത്രയാണ്? അപ്പളേക്ക് മറക്കാൻ തുടങ്ങി. ഇത് ആരോടാണ് ഈ അപ്പൻ ഇങ്ങനെ മുണ്ടണത്? അപ്പോ ഓ ദേ ചായ കൂടി. எல்லாம் காஃபி தானே சொல்லுவாங்க. கட்டன் போட்டு അപ്പാ നമ്മുടെ രൂപക്കൂട് മാറ്റാൻ പോണേണ്, അറിഞ്ഞാ? ഏത് രൂപക്കൂട്? പള്ളിയില്. അല്ലാണ്ട് എവിടെയാണ് രൂപക്കൂട്? അപ്പം പണി പഠിക്കണ കാലത്ത് ഉണ്ടാക്കിയതല്ലേ അത്? ആ ഞാനങ്ങോട്ട് വരണേണ്. ആ മരത്തെ കൊത്തിയപ്പഴേ മുന്തിരി വെള്ളിയൊക്കെ മാറ്റിയിട്ട് മോഡേൺ ആട്ടാക്കാൻ പോണേണ്. അതേന്നെ. അപ്പ സമ്മതിക്കരുതട്ടാ. നാളെ തന്നെ അച്ഛനെ ചെന്ന് കണ്ട് പറയണം. അപ്പം പറയുവാ മോളെ, അതൊക്കെ പഴകിയല്ല, അവര് മാറ്റട്ടെന്നേ. ഈ അപ്പൻ പഴക്കം ചെന്നാ മനുഷ്യനെ പോലും വെച്ചേക്കൻ. ഓ എന്തൊരു അപ്പനാണ്. അതേ മോളെ, ഈസി എവിടെടി? ഈശ്ചേട്ടൻ സൊസൈറ്റിയിൽ പണിക്ക് പോയേക്കണല്ലേ, ഇപ്പൊ വരും. சேமன் வந்தானா ஒரு இது திருச்சி பவர் ரொமான்சம் அந்த டைலாக் நீ சொல்லுங்க. ஊர் விட்டு ஊருக்கு வந்தாலே என்ன கரியடா செம்மையா. എന്തെങ്കിലും തന്നിട്ട് പോയിച്ച്. നീ ഒന്ന് പോയടാ, എന്റെ ഒന്നും പൈസ ഇല്ല. തന്നിട്ട് പോയിച്ച്. പൈന്റ് വാങ്ങാനൊക്കെ കാശുണ്ടല്ലേ? ഈ പാവപ്പെട്ടവന് സഹായിക്കാൻ കാശില്ല. കാശില്ലാന്ന് പറഞ്ഞാൽ കാശില്ല. നീ ഒന്ന് പടിയാടാ. ഈശി കണ്ണീച്ചോര വേണം. സൊസൈറ്റിയിൽ നിന്ന് കുറിയടച്ച ഫുൾ പൈസ ആയിട്ട് മുങ്ങിയ നീയാണ് കണ്ണിച്ചോരയുടെ വർത്താനം കൂടുതൽ മൂച്ചെടുക്കണ്ട. സൊസൈറ്റിയുടെ പൈസ ഒക്കെ കറക്റ്റ് ആയിട്ട് അടച്ചേക്കണം. നീ ആളാവാൻ നോക്കല്ലേ? അതോ സൊസൈറ്റിന്റെ അപ്പന്റെ വകയാണ്? എന്റെ അപ്പന്റെ വകയാണ് അമ്മയുടെ വകയാണെന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനേ കണക്കൊക്കെ എഴുതി വെച്ചാൽ നീ പോകണം. സാധനം കയ്യിലിരിപ്പണ്ടല്ല, ഞാൻ സോഡ വാങ്ങാം. രണ്ടെണ്ണം അടിച്ചിട്ട് പോടാ. എന്താണെന്ന് നീ വിളിക്കട, ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണക്കൊന്നും കൂട്ടണ്ട. നീ വീട്ടിലോട്ട് അങ്ങോട്ട് ചെല്ലി. എനിക്കവിടെ വെച്ചിട്ടുണ്ട്. ആവച്ചനങ്ങാട്ട് ചെന്നിട്ടുണ്ടല്ലോ. ചാവരച്ചേരനെ തല്ലി പഞ്ചറാക്കിട്ടാ പോയത്. പണി കിട്ടും മോനെ, നിനക്കും കിട്ടും, നിന്റെ അപ്പനും കിട്ടും. ആ ഞങ്ങൾ നോക്കിക്കോളാം. ആ നീ പോ, ചെല്ലേ. നീ പാടേ പാടുന്നേ. என்ன கண்ணி நினச்சில்லையா அது? தெரியலடா என்னன்னு. ചേട്ടൻ ആ ഷർട്ട് ഇങ്ങോട്ട് ഊരി തന്നെ കഴുകാനിട. നാളെ കഴുകാടി, ഒരു ദിവസം ഇട്ടല്ലേ ഉള്ളൂ. ഈ അപ്പൻ എന്താണ് പറ്റിയത്? മുണ്ടണില്ലല്ലോ. അതെന്താണാവോ, അമ്മ കുറെ പണിയെടുത്തിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. എന്താണ്ടും പറ്റിയിട്ടുണ്ട്. വീട് അത് മനസ്സിൽ നിന്ന് കളാന്ന്. ചൗരോനെ തല്ലിയത് വലിയ കൊമ്പത്തെ പ്രശ്നമൊന്നുമല്ല. ഒരു പുല്ലും വരാനെ വന്നാ തന്നെ തടയിടാൻ നമ്മുടെ അവനെ ഏറ്റോളൂന്ന്. അതിലൊന്നും കാര്യമില്ലടാ. നീ എന്റെ അപ്പന്റെ ചവോടൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പ ഞാനാ നേരത്തെ കുപ്പിയിൽ പോരൂല, പിന്നല്ലേ. എന്നിട്ടപ്പം പറ, സംഗതി ചോറായിരുന്നു. എടാ, അതുപോലൊരു ചവടക്ക് ഇക്കരയിൽ ഇതിലുമ്പോ ഉണ്ടായിട്ടില്ല. ബാല്യമേളവും കണ്ണാക്കുപാട്ടും മെത്രാനച്ചന്റെ ആശീർവാദവും. അതോർത്തിട്ട് അപ്പം പേടിക്കണ്ടാട്ടാ. അതിനെയും വെട്ടണം. നല്ല വെഞ്ചാമരവും ആലവട്ടവും വെടിക്കെട്ടും ഒക്കെ ഉള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ചവടക്ക് അപ്പന് ഞാൻ തരും. എന്താണ് ഈ കാറ്റുകൊണ്ട് ഇവിടെ നിന്ന് അധികം ചുമ കൂട്ടണം. കാറ്റാട്ട് പോ. அப்போவே 75 வயசு ചവടക്കരാണ് വെടിക്കെട്ടും വെഞ്ചാമരവും ഒക്കെ വെക്കുന്നത്. നിനക്ക് ഒരു കോഞ്ഞാട്ടെ അറിയാൻ പാടില്ല. എടാ പോയി ആ സഞ്ചിയും കാട്ടെടുത്തോളൂ. വെടിക്കെട്ടൊരു പുതുമയാവുമല്ല. ഫസ്റ്റ് ക്ലാസ് ശവപ്പെട്ടി, ഫസ്റ്റ് ക്ലാസ് ബാൻഡ് മേളം, പിന്നെ വെള്ളിക്കുരിശും തോച്ചക്കാലം പിടിച്ച് 18 ദർശനക്കാര്. വെള്ളിക്കുരിശ് എന്തിനാണ്? സ്വർണ്ണ കുരിശ് തന്നെ ആയിക്കോട്ടെ. പിന്നെ മെത്രാൻ അത് വരുമോന്ന് നമുക്ക് നോക്കാമെന്ന്. ഇത് മാറ്റാനുള്ള അതുകൊണ്ടുള്ള കളി വേണ്ട. അപ്പന്റെ ചവടക്കിന് ഇത് മതിയാ. എന്റെ ആകെയുള്ള സമ്പാദ്യമാണ്. ഇത് നിരോധിച്ചതാണല്ലോ അപ്പ.
ഇതിനെ കൊണ്ടേ കത്തിച്ചലാണ് നല്ലത്. വെറുതെ കൊടുത്ത പട്ടിയും കൂടി തിരിഞ്ഞു നോക്കൂല, പശുവും കൂടി തിന്നൂല. ആ ഫസ്റ്റ് ഈ മുടിഞ്ഞ നോട്ടീരാൻ വന്നപ്പോഴുണ്ടല്ല നമ്മുടെ പാവം സൊസൈറ്റിയോടും കൂടി ചീട്ടീറാൻ പോണെന്നാണ് കേട്ടത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ വയറ്റത്തടിക്കും. കുത്തുവാള എടുക്കേണ്ടി വരും. അപ്പ കുത്തുവാള ഏടി സമയത്ത് അമ്മ നിരോധിച്ച നോട്ടാണ്. അപ്പൻ ശവടൊക്കെ എടുത്താൻ വേണ്ടി സമ്പാദിച്ചുകൊണ്ടെന്നാണ്. ഞാൻ അടപ്പിലോട്ട് വെക്കാം. ആ അതാണ് നല്ലത്. എടാ അപ്പൊ അപ്പന്റെ ചാപോടൊക്കെ എങ്ങനെ നടന്നൂടാ? ஆள் வந்துருவாங்க, ஸ்கெட்ச் போட வந்துட்டாங்க. இப்படி காட்டும் போதே தெரியுது நடக்குது. ആരാന്നാ പറഞ്ഞേ? ചവടകിന്റെ പുണ്യാണോ? என்ன பிரிடேட்டரா இருக்கு. അതിനപ്പം പോടി, അതിനപ്പം വലിയ കുടിയിലൊന്നുമല്ല. എങ്ങനെങ്കിലും അപ്പുറം പിടിച്ചെടുത്തണ്ടേ, ഇല്ലെങ്കിൽ അപ്പം നാളെ പോകൂട്ടാ. പിന്നെ അതൊക്കെ ചവിട്ടി മേടിക്കൊണ്ടിരിക്കണ്ട. ഇതുവാ പൊടി നിർത്തിട്ട് ടാബ്ലറ്റ്. എങ്ങനെയുണ്ട്? ஒரு குஷ்டு கண்டு குஷ்டுக்கிறாரு போல அவரு. എന്താണ് അപ്പനി കാണിക്കുന്നത്? അപ്പനത് എവിടെയാണ് ഈ മുട്ടൂത്തിയേക്കണത്? ഇങ്ങാട് വന്നേ, ആ മുണ്ട് മേലൊക്കെ മൂത്രാക്കിയല്ല. വന്നേ താത്തു പോ. അപ്പന്റെ അപ്പനും ഇതേപോലെ തന്നെ തന്നെ വർത്തമാനം പറയാറ്. ഞാൻ തന്നെ വർത്താനം പറഞ്ഞത് നിന്നോട് ആരാ പറഞ്ഞ? എന്താ വന്നേ, ഇങ്ങാട് വന്നേ, വാ അകത്താട്ട് പോ. വാ ചൂച്ചോ അഴിച്ചുലകങ്ക പോയിട്ടില്ല നാട്ടിൽ. ഞാനേ അപ്പന്റെ ശാസ്ത്രമന്ത്രിയുടെ ചവിത്താനം കണ്ടുണ്ടോ? വാടാ, ഞാൻ കാണിച്ചു തരാം. വാടാ, അപ്പന്റെ കൂടെ കള്ളു കുടിക്കാം, സിഗരറ്റ് വലിക്കാൻ പാടില്ല. അമ്മേ, അപ്പന്റെ ചവിട്ടാണെന്ന് തുടങ്ങാൻ പോവാനെ കാണാൻ പറഞ്ഞ അപ്പനങ്ങാടി ചീഞ്ഞല്ല. നിനക്ക് ജെയിംസ് ലാറയുടെ നാടകം കാണണോ? എടാ മോനെ, നീ കുപ്പിയിലായിരുന്ന കാലത്ത് ഞങ്ങള് മുള്ളമ്പേലി പള്ളിയില് ജെയിംസ് ലാറ നാടകം കളിക്കാൻ ചെന്നു. മരുമോളെ പണിയെടുപ്പിക്കാതെ പൂ പോലെ കൊണ്ടുനടക്കുന്ന അമ്മായി മേനി പെണ്ണമ്മ. എങ്കിലേ ചാവുമ്പോ ഞാൻ വെണ്ണക്കലയില് പെരെഴുതിപ്പിച്ചു നീക്കെന്നെല്ലാരും വിളിക്കടി വെച്ചേ. എല്ലാം കഴിച്ചിട്ട് വല്ലയിടത്തും കിടന്ന് ഉറങ്ങാല. ആ നീസന്റെ അവളെന്തേ? അവളവിടെ കിടന്ന് ഉറങ്ങണ്ടാവും. നീക്കൊന്ന് വിളിക്കേ. എന്റെ ശിവനപ്പച്ചേട്ടാ, താനിങ്ങോട്ട് വരണ്ടട്ടാ. ഇവിടെ പപ്പനും ചേട്ടനും കൂടി കുടിച്ച് നല്ല സ്റ്റീമായിട്ട് നിക്കണേണ്. തന്നെ കണ്ടാൽ അവര് വെട്ടി തുണ്ടമാക്കി കളയും കേട്ടാ. ஸ்டார்டிங்ல போட்டிங் அதான் அவங்க 2 பேர் பார்த்துட்டு சொன்னாங்க. എന്നാ പിന്നെ താൻ പോയി ചാകും, അതാണ് നല്ലത്. എന്താണ് ഇത് പഞ്ചാരിയൊന്നുമല്ല, മറ്റേ പരിപാടിയാണെന്നൊക്കെ എനിക്കറിയാൻ കേട്ടാ. ചതിക്കല്ലേട്ടാ. കൊച്ചിനെ കെട്ടിക്കാറായെന്ന് അപ്പനും അവങ്ങളെ അറിയട്ടേടി. വാ വന്ന് ചോറിന്, നല്ല ക്ഷീണം കാണും. ഓ, ഇതിനെ കൊണ്ട് തോറ്റി. ഞാൻ വരാം. നീ ജൂണിലടച്ച് ജൂലൈയിലടച്ച് 4000 ചില്ലാണ്ട് കള്ളക്കണക്ക് നിന്റെ അപ്രാണ് ഉണ്ടാക്കണ. അന്ന് ചിട്ടിക്കാശിന് മുഴുവൻ പൈസ പിടിക്കാന്ന് പറയുമ്പോ നീ എന്താണ് പറഞ്ഞത്? നിന്റെ അമ്മ ചാവാൻ കിടക്കുന്ന മുഴുവൻ പൈസ കൊണ്ട് അങ്ങോട്ട് പോയല്ല. അറിയടാ ലാസറേ, എനിക്കറിയണം പള്ളക്ക് പൈസ. ஒரு செகண்ட் மாறிச்சு. ബാബു ബാബു ബാബു
ബാബുച്ചനാശന് പാടില്ലെന്ന്. എടാ രതീഷേ, ഇങ്ങോട്ട് വന്നേടാ. ஆனால் டக்குன்னு அந்த மாதிரி இல்லை ஏதோ ദേ ദാസാ, ദേ ദാസാ. ബാബുച്ചനാശന് പാടില്ലെന്ന്. എന്താ എന്താ அந்த செகண்ட் எதனா நடந்துருக்கும். அதுதான் டவுட் ஆகுது. എന്താ அதில் பேர்லாம் பாட ஆரம்பிச்சிட்டாங்க. என்னடா இதுவுமே செக் பண்ணல, அவர் பாட்டு படுத்துட்டாரு, அதுவும் செத்துட்டாங்கன்டா. ഇരിപ്പാണിത് ആളുകളെയൊക്കെ അറിയിക്കണ്ടേ? இல்லைடா டக்குன்னு எல்லாம் ஒரே டைமில் கத்துன மாதிரி இருந்துச்சு. എടോ അങ്ങോട്ട് ചെല്ലുന്ന് വാണിക്ക് ചെല്ലു വന്നേ. நீ ஹாஸ்பிட்டல் கூட்டு போல எதுவும் முன்னே ஒருவேளை அந்த மெடிசின் போடு. ஒன்றும் போடலையடா. ഇഷ്ടേട്ടാ എന്തായി കാണിക്കണേന്ന്? இல்லை ஆனால் ஃபுட்டு சாப்பிடவே இல்லையே. அவன் சரதுன்னா സമയത്തെ നീ താറാവും ചോറെടുത്താൽ കറുത്ത മുളക്കി കൊടുത്തു. அவர் வந்து உங்களுக்கு வந்து நான் இந்த மாதிரிலாம் பண்ணுவேன்னு சொல்லியிருந்தாருல, இப்போ உடனே எப்படி அதுக்காக யோசிக்கிறாரு. വൈകിട്ട് താറാമ്മ കൊണ്ട് വന്നാണ്. എൻ്റെ പൊന്നേച്ചൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദേ ഇവിടെ ചവിട്ടാളകം കളിച്ചുകൊണ്ടിരുന്നാണ്. പെട്ടെന്ന് എന്തുണ്ടായെന്നറിയില്ല. ഉണ്ടാറാ ലാസറേ, നമ്മുടെ ബാബുച്ചനാശൻ പോയിന്നു. സന്ധ്യക്ക് വന്നോളല്ല, അപ്പൊ തന്നെ പോയാ? ആ പോക്കല്ല, ശരിക്കും പോക്ക്. അയ്യോ പഹയം പടിയായ? ആ പടിയായിരുന്നു. പിന്നെ ഇപ്പൊ വിളിച്ചോളല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഹരീഷിയാണ്. ആ അവൻ വിളിച്ചപ്പോ കുറിയുടെ കണക്കാ പറഞ്ഞ, മുഴുവൻ കള്ളക്കണക്കാ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. വാ നമുക്ക് പോയി നോക്കിട്ട് വരാം. എനിക്കൊരു സംശയം കേട്ടാ. എന്ത്? എന്തോ ഒരു ഫൗള് നടന്നെന്നാ തോന്നണം. ഇതെവിടെ ആരാടാ വെള്ളപ്പൂരില് ലൈറ്റ് കാണാണ്ടല്ലോ? പൊന്നപ്പനും കൊച്ചാൻ്റെ കൂടി സ്മോൾ അടിച്ചിരിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് മുട്ടാന്നു. ഇത് പോടാ പോർക്കെ, അത് വേറെ ആരുണ്ട്. നമ്പർ വേണമെങ്കിൽ നായ കളി ജയിച്ചാ പിന്നെ നിനക്ക് തന്നെ എടുക്കാന്നാണ് വിചാരം. അത് പിന്നെ എനിക്ക് തന്നെ ഉള്ളതാണ്. നമുക്ക് നോക്കാല. ആ നോക്കാം നോക്കാം. കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളു. ആ എന്തിനാ ഇങ്ങനെ അനാഥച്ചമായിട്ട് കിടത്തേക്കുന്നു? ആ ചോരയൊക്കെ തുടച്ചിട്ട് കിടക്കുന്നേ അവിടെ. ബ്ലഡാ அப்படியே விழுந்துட்டாரு. அவரை கீழே போடுறான். ஏதோ நடந்துருக்குன்னு தோணுது. എടാ ഈശി, അപ്പൻ എന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട്. എടാ ഈശേ, ആ തറയൊക്കെ എടുത്തേ ശരിയാവുക. നീ വാ, നമുക്ക് ആ കട്ടിലെ പിടിച്ചിടാം. അതൊക്കെ ഞങ്ങളേറ്റി. പാഞ്ചി ഇങ്ങോട്ടോ. പള്ളിയിൽ അറിയിച്ചടാ. സ്വന്തക്കാരെയും കൂടി അറിയിച്ചിട്ടില്ല. അറിയിക്കണം. നിങ്ങൾക്ക് മരണ ഫണ്ടിൽ മെമ്പർ അല്ലേ? അവരൊന്നും വരൂല. ഇപ്പൊ കാശ് കൊടുക്കാത്തോണ്ട് പേര് വെട്ടിയേക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇന്നുറം ചെയ്യാനുള്ള കാര്യങ്ങളേ ഉണ്ട്. നീ അതിൽ തന്നെ ആ ഗർഭാസിസ് ഡോക്ടറെ വിളിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ആള് പോയില്ലേ? ഇതിനെ അറിയിച്ചിട്ട് എന്തിനാണ്? വേണം. കാലം പഴയതുപോലെ ഒന്നല്ല. ഒരാള് വീട്ടിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ എഴുത്ത് വേണം, ഇല്ലെങ്കിൽ പുലുവാലാവും കേട്ടാ. പാഞ്ചേ കേട്ടോ. അതെ, നിങ്ങൾ ആരെങ്കിലും കൂടി പോയിട്ട് നമ്മുടെ ഗർഭാസ് ഡോക്ടറല്ലേ അല്ലെങ്കിൽ കൊണ്ട് വിളിച്ചോണ്ടോ. അത് കുഴപ്പമില്ല, ഞങ്ങൾ ബൈക്ക് പോയി ഡോക്ടറെ കൊണ്ടുവന്നേക്കാം. അല്ല സാറേ, നീയും കൂടി കയറിപ്പോ. എന്നിട്ട് പോണ വയ്ക്ക് പള്ളിയിൽ ഇറങ്ങിയിട്ട് വികാരച്ചനോടും കൂടി പറഞ്ഞു തരും. അല്ലെങ്കിൽ പിന്നെ അത് മതി. എടാ പാഞ്ചി, പള്ളിയിൽ നിന്ന് കുരിശും തലക്ക് വെക്കാനുള്ള മെഴുകുതിരിക്കാലും എടുത്തോ. എന്താണ് പാഞ്ചി പാതിരാക്ക്? ശൈലാൻഡി നമ്മുടെ ബാബുച്ചനാശാൻ മരിച്ചുപോയി. നമ്മുടെ ആൾക്കാർ ഒറ്റത്തടിയിൽ പണിത വാച്ചരാ. ശരിയാ, എന്ത് പറ്റിയതാണ്? വെറുതെ വീണങ്ങാട്ട് ചത്തു. അതല്ല, വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത്? നിങ്ങളുടെ ഡോക്ടറെ വിളിക്കുന്നു. ചത്തയാക്കി എന്തിനാടാ ഡോക്ടർ? അത് പറ്റില്ല, മരണോർപ്പിക്കാൻ ഡോക്ടർ വേണ്ടേ? ശൈലാൻഡി നിങ്ങൾ ഡോക്ടറെ വിളിക്കുന്നു. പുള്ളിക്കാരനാണോ? വിളിക്കാൻ പറ്റില്ല. ഞാൻ കയറി വിളിക്കാം. എടാ അതല്ല, അങ്ങേര് കുടിച്ച് ഫിറ്റായിട്ട് കിടക്കണേണ്. കൂട്ടുകാരനെ ഒരുത്തനെ ഒരു ഫുൾ ബോട്ടിലും കൊണ്ടാണ് വന്നത്. അത് ഞാനും ഉദ്യ പോലെ അങ്ങേരെ വിളിക്കാൻ പോണില്ല. ചതിയായി പോയല്ലോ. എന്ത് ചെയ്യും? ആന്റി അടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ എത്ര നേരം തന്നെയാ നോക്കിയിരിക്കണ?
ഞാനും അടിച്ചൊരു മൂന്നെണ്ണം. നിങ്ങൾ ഡോക്ടറെ വിളിക്ക് വേറെന്ത് ചെയ്യും? നിങ്ങളെ ആ ഹെഡ് നേഴ്സിന്റെ അടുത്തോട്ടിയല്ലേ, അല്ലെങ്കിൽ മരണം ഉറപ്പിക്കാനൊക്കെ അവര് മതി. അതിനവര് ഡോക്ടറിലല്ല. എടാ നാളെ കാലത്ത് ഡോക്ടർ വന്ന ഉടനെ അവര് സൈൻ ചെയ്യിപ്പിച്ചോളും. നിങ്ങൾ ചെല്ലിപ്പോ. ഈ പഴയ പടം കിട്ടിയുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാ കൊണ്ടുവരും ഇവര്? ചാവറിപ്പ് ഇതൊക്കെ മതി. നോട്ടീസാ? മാറ്റർ ചെയ്തണ്ടേ? ആ നീ ഒന്ന് വായിച്ചേ. അത് മാറ്റണം. വാലിയത്ത് പറമ്പിൽ ചോറി മകൻ വാവച്ച മേശ്ശേരി വാവച്ച മേസ്ത്രി. അത് ഞാൻ നിന്നെ അറിയിക്കാം. അതെ, സന്തത്തെ കുടുംബമായിട്ട് ആരൊക്കെ വെക്കണം? ഈസി, ഭാര്യ സബേത്ത് അല്ലേ? എടാ അവള് സബേത്തെ BCom BSc ആണ്. അതൊന്നും വേണ്ട. എലിസബത്ത് എന്ന് പേര് വെച്ചാൽ മതി. പിന്നെ നിസ, ആഗ്നിസ. കേട്ടില്ല? അല്ലല്ല, പെണ്ണമ്മേനെ വീട്ടിൽ വിളിക്കുന്നതാണ്. ശരിക്കും പേരും മറിയന്ത്രേശ്യാന്നാണ്. എടാ മറിയന്ത്രേശ്യ നേതനോട്ടാ, പെണ്ണമ്മേനേതലേട്ടാ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി. അങ്ങോട്ട് വലിച്ചു കേട്ടോ.